മാനം മാനം മുട്ടും പണമുണ്ടേലും മായം മായം വിൽക്കും തടയണ്ടാരും നല്ലേലും ബില്ലേലും കല്ലേലും മറിമായം നല്ല നടന്നാ മതി കേട്ടോ. ഏത് വെച്ചാൽ അവിടെ കിടന്ന് കുരക്കണെങ്കിൽ പോയിക്കോടുന്ന് കല്ലെടുത്ത് മോന്തപ്പൊന്ന് തരും ഞാൻ. ഒരു പാവപ്പെട്ട മനുഷ്യനെ കടിക്കലും കണ്ടിട്ട് കിടന്ന് കുരക്കുക. ഈ ജാതി സാധനങ്ങളൊക്കെ തല്ലി കൊല്ലാണ്ട് തീറ്റ വളർത്തുകയാണ് സർക്കാർ. എന്താ വേനക്കുണ്ടാ സാധ്യത മാറും പേടിക്കണ്ട. ഇപ്പൊ നാളെ കടിച്ചു വെച്ചിട്ട് എനിക്ക് അജ്ജിന് പോകാൻ പറ്റായിക്കൊന്നുമില്ല. എനിക്ക് അതാണ് കൂടുതൽ വിഷമം. എന്നാലും എൻ്റെ അളിയാ ഇന്നാട്ടിൽ ഇമാരും ആൾക്കാർ തേരാപ്പാര നടന്നിട്ടും എൻ്റെ കാലുമ്പോൾ തന്നെ വന്ന് ഈ പാറ എങ്ങനെ അടങ്ങിയെന്ന് എനിക്ക് മനസ്സിലാവാത്ത. അതിന് നായക്കറിയോ ഇപ്പോൾ ഈ ഗൾഫിന്ന് വന്നേക്കാണ് എൻ്റെ കാര്യം കടിക്കണോ വേണ്ടെന്നുള്ളതൊക്കെ. ഒന്നും കുഴപ്പമില്ല, അത് മാറുക. എന്നാലും ഇപ്പം എന്താ പറ്റുന്ന എന്താ ഒരു മാർഗം. അളിയനും കൂടെ എങ്ങോട്ടാണ്? അല്ല ഞാനേ ഓൻ ഗൾഫിന്ന് ഇപ്പോൾ വന്നല്ലേ ഉള്ളോ. റസാഖിനെ എനിക്കറിയില്ലേക്കാ. അല്ല എനിക്കറിയാലോ. അപ്പോൾ ഓൻ ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇറങ്ങി തന്നെയല്ല. അപ്പം തന്നെ എൻ്റെ ആൾക്കാർ വന്നിട്ട് എൻ്റെ സുന്ദര 4 കടിയും കടിച്ചിട്ട് ഓരോ പാട്ടിന് പോയി. എൻ്റെ ആൾക്കാരാ? ഈ പട്ടിനെയും പൂച്ചനെയും കാക്കടൊക്കെ ആളാണല്ലോ. നല്ലൊരു കാര്യത്തിന് പോകുകയല്ലേ വെച്ചിട്ട് നമ്മളെ ഈ ഗ്രൂപ്പ് വന്നപ്പോണ്ടല്ലോ കയ്യും കെട്ടി നോക്കിയിരുന്നു. ഇത് ഇമാര് കടിച്ചാലാക്കാക്കൊന്നും ഞാൻ കണക്കാക്കില്ല കേട്ടോ. 5-6 കടിയാണ്ട് കടിച്ചിക്കണെന്ന്. ഈ നായി ഇജാതി പണിയൊന്നും ഇപ്പൊ നമ്മക്കറിയോ? അറിയാമളാ ഇല്ലടാ നായ ആടിച്ച കാര്യ പറഞ്ഞത്. അത് ഇക്ക പാവം പട്ടി അറിഞ്ഞോണ്ടായിരിക്കൂല, വിശന്ന് വരഞ്ഞ് വന്നു കാണും. ഈ കാല് കണ്ടപ്പം വലിയ മാംസ കഷ്ണം എന്ന് വിചാരിച്ചാണ്. ഗൾഫ് കാലല്ലേ. അതൊക്കെ ശരിയാ. അല്ല ഇതിപ്പോ ഞാൻ ഇപ്പൊ ആലോചിക്കണല്ല, ഈ ജാതി ഇങ്ങനെ നമ്മുടെ നാട്ടിൽ തുടർന്നാല് ഇതാരോട് പോയി പറയൂ ഇപ്പൊ ഈ പരാതി? പരാതിപ്പെടാനാണെങ്കിൽ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ തന്നെ പോണക്ക. പോലീസ് സ്റ്റേഷനിൽ പോയാൽ മതിയില്ലേ? പോലീസ് സ്റ്റേഷനിൽ പോയാൽ മതി. ഞാനേ ഇത് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ പറ്റുള്ളൂ. ഇനി ഇത് നാട്ടുകാർക്ക് ഇങ്ങനെ സംഭവിക്കരുതല്ലോ. എന്റെ 100 കാര്യത്തിന് ഓടനാണ് ഓൻ. പോനിക്ക് ഇങ്ങനെ പറ്റിയപ്പോ അതിന്റെ അക്കടി മുഴുവൻ കിട്ടി നിൽക്കാണ്. ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റൂ. അതെടുക്കണമല്ലോ. എന്നാ പിന്നെ നിങ്ങൾ വിട്ടോളി, പരാതി കൊടുക്കും. അപ്പൊ ആദ്യം അതങ്ങനെ നടക്കട്ടെ. അതെ വാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഒരു കാര്യം മാത്രം മനസ്സിൽ എപ്പോഴും ഓർമ്മ വേണം. ഇപ്പൊ ഇവനൊരു പ്രശ്നം ഉണ്ടായപ്പം അളിയനായ നിങ്ങൾ ചോദിക്കാൻ ഉണ്ടായിരുന്നു. ഈ പട്ടിക്കൊരു പ്രശ്നം ഉണ്ടായ ആര് ചോദിക്കാറുണ്ട്? പട്ടിയുടെ ആളല്ലേ? അല്ല അല്ല അങ്ങനെ ആരെങ്കിലും വേണമല്ലോ. അപ്പൊ എന്നാ ശരി. മനുഷ്യന്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സഹജീവികളുടെ അടുത്തുള്ള ഒരു കാര്യവും കരുണയും ഒന്നും ഇവിടെ ഒരുത്തിനും നോക്കാനും ഇല്ല, പറയാനും ഇല്ല. പട്ടി സാറേ സാറേ ഇവിടെ സാറേ എന്താ പോയി അപ്പുറത്ത്? ഞാൻ മണ്ണൂക്കര മുനിസിപ്പാലിറ്റിയില് 18ാം വാർഡിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പോ എന്റെ അളിയനെ പട്ടി കടിച്ച്. എന്താണ് പറ്റിയേ? അല്ല സാധാരണ പട്ടിയാണ്. ഈ തെരുവിലെ ആലിഞ്ഞ് നടക്കുന്ന പട്ടിയില്ലേ? എന്നിട്ട് അല്ല അപ്പൊ പട്ടി കടിച്ചിട്ട് ഇപ്പൊ ഞങ്ങള് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിട്ട് കണ്ടമാനം ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തി. ഇപ്പൊ അതില് കാര്യമൊന്നുമില്ല, കായ് കുറെ പോയി. അപ്പൊ അതിന്റെ നഷ്ടപരിഹാരം കിട്ടണം. നിങ്ങളുടെ അളിയനെ പട്ടി കഴിച്ചാൽ ഞാൻ അതിന് നഷ്ടപരിഹാരം തരണേ? നിങ്ങൾ നഷ്ടപരിഹാരം തരണം എന്നല്ല പറയണത്, മുനിസിപ്പാലിറ്റി തരണോ. ഈ തെരുവ് നായക്കളെ നിയന്ത്രിക്കേണ്ടത് മുനിസിപ്പാലിറ്റി അല്ലേ? അതിന്റെ ഉത്തരവാദിത്തം മുനിസിപ്പാലിറ്റിക്ക് ഉണ്ട്. ഇവിടുത്തെ ഉള്ള പണി തീർക്കാൻ സമയം കിട്ടാനില്ല. പിന്നെ ഇവിടെ ഉള്ള എല്ലാരും കൂടെ പട്ടി പിടിക്കാൻ വേണ്ടി പോണത്. ഇറങ്ങി പോകാൻ നിങ്ങൾ ഈ ചൂടാവാക്കണം. എന്താണ് നിങ്ങളോട് പട്ടിയെ പിടിക്കാൻ പോകാൻ ആരെങ്കിലും പറഞ്ഞോ? നിങ്ങൾ പട്ടിനെ പിടിക്കാൻ പോകണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളിവിടെ മുനിസിപ്പാലിറ്റിക്കാർ ഇവിടെ അതിനെ നിയന്ത്രണം ഏർപ്പെടുത്തണോ? അതിനുള്ള ആൾക്കാർ നിങ്ങൾ രംഗത്തിറക്കണം. അല്ലെങ്കിൽ ഈ നാട്ടുകാർ പട്ടിയോട് കണ്ട് ചാവും. ഇക്കാലത്ത് ഏത് പണിക്ക് ആളെ കിട്ടും, പക്ഷെ പട്ടി പിടിക്കാൻ ആളെ കിട്ടൂല. അത് നിങ്ങൾ പറയരുത്. പട്ടീനല്ല പുലീനെ വരെ പിടിക്കാനുള്ള വാറുണ്ണികളെ നമ്മുടെ നാട്ടിൽ കിട്ടും, പക്ഷെ കായ് ഇറക്കണം. അതൊന്നും നടക്കൂല. എന്താ നടക്കാത്തത്? നിങ്ങള് ഈ കേന്ദ്ര മൃഗപീഡന നിരോധന നിയമം കേട്ടിട്ടുണ്ടോ?
എന്താന്ന്? ഈ കേന്ദ്ര മൃഗപീഡന നിരോധന നിയമം കേട്ടിട്ടുണ്ടാ? ഇല്ല. ഞാൻ അവിടെ പറഞ്ഞു തരും. ആര്? അവര് പറഞ്ഞു തരും. ആ മാഡം, ഇവിടെ ഇപ്പൊ ഈ കേന്ദ്രം ഇതുണ്ടല്ലോ നിരോധനം. ഞാൻ എല്ലാം കേട്ടു. നിന്ന് പറയണ്ട, ഇവിടെ ഇരുന്നോ. അതല്ലേ മാഡം, ഈ കേന്ദ്ര മൃഗപീഡന നിരോധന നിയമം ഉണ്ടല്ലോ, അതിനെ കുറിച്ച് മാഡം പറഞ്ഞിരുന്നാണ് ഇപ്പൊ പറഞ്ഞത് സാറ്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ നിയമം അനുസരിച്ച് മുനിസിപ്പാലിറ്റിക്ക് തെരുവ് നായ്ക്കളെ കൊല്ലാൻ അധികാരമില്ല. പിന്നെ ഇക്കാടെ അളിയനെ പട്ടി കടിച്ചത് കഷ്ടമായി പോയി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട ഞങ്ങള് കുടുംബടക്കം പറയേണ്ടത് കഷ്ടമായി പോയി. അല്ല, അങ്ങനെ പറയാനേ ഞങ്ങൾക്ക് പറ്റൂ. അല്ല, അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഇതിനെന്തെങ്കിലും നടപടി എടുക്കണോ? ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ നാരങ്ങ ഉപ്പ് അതൊന്നും കൊടുക്കണ്ട. നാരങ്ങ ഉപ്പ് ഇതൊന്നും കൊടുക്കണ്ട. പിന്നെ ബീഫ് മുതലായ കറികളുണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കണം. കുത്തിവെപ്പ് വളരെ കൃത്യമായിട്ട് എടുക്കണം. പിന്നെ ഒന്നും പേടിക്കാനില്ല. നിങ്ങള് ശരിക്കും ഒരു ഡോക്ടർ ആവേണ്ട ആളാണ്, അല്ലാണ്ട് മുനിസിപ്പാലിറ്റി ഇരിക്കേണ്ട ആളല്ല. ഞാൻ അത് എപ്പോഴും പറയാറുണ്ട്, ഒരു ഡോക്ടറുടെ ലുക്ക് ഉണ്ടെന്ന്. പക്ഷേ അല്ല, അപ്പൊ ഞങ്ങള് ഭക്ഷണം നിയന്ത്രിക്കേണ്ട കാര്യത്തിനെ കുറിച്ചൊക്കെ ഇപ്പൊ മാഡം പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ കന്നുകാലികളെ കൊല്ലണത് ഈ മൃഗപീഡന നിരോധന നിയമത്തിന് ബാധകല്ലേ? ഇക്ക, മനുഷ്യർക്ക് ഭക്ഷിക്കാനായി കന്നുകാലികളെ കൊല്ലാനുള്ള നിയമമുണ്ട്. ഈ മത്സ്യവും മാംസവും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഘടകങ്ങളല്ലേ? അതെ അതെ അതെ. അപ്പൊ കന്നുകാലികളൊക്കെ കൊല്ലുകയും ചെയ്യാം, സാപ്പിടുകയും ചെയ്യുകയൊക്കെ ചെയ്യാം. മനുഷ്യന്മാരെ കടിക്കാൻ വരിക, ഉപദ്രവിക്കാൻ വരുന്ന ഈ നായക്കളെ മാത്രം തൊട്ടുപോകരുത്. അത് നല്ല നിയമമാണ്. അല്ല, ഇപ്പൊ ഒരു സംശയം ഉള്ളിൽ കിടക്കണ എന്താ വെച്ചാല് സാറേ, ഈ നമ്മൾ ഈ വടക്ക് കിഴക്ക് അതിർത്തി, ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തിയിൽ, അതായത് ഈ നാഗാലാൻഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ സ്ഥലത്ത് അവിടുത്തെ മനുഷ്യന്മാർ ഈ പട്ടിമാംസം കഴിക്കും. പട്ടിമാംസം കഴിക്കും. ഗവൺമെന്റിനെ അറിയിച്ചിട്ട് ഇവിടുത്തുള്ള പട്ടികളിലൊക്കെ ഒന്ന് അങ്ങോട്ട് പാർസൽ അയക്കാല് അവർക്ക് അത് ഭക്ഷണവും ആവും, നമുക്ക് ഈ പട്ടിശല്യം കുറഞ്ഞും കിട്ടും, നിയമം അനുശാസിക്കുന്ന രീതിയിൽ കാര്യങ്ങളും നടക്കും. അത് ഇപ്പൊ ഇക്ക പറഞ്ഞത് സർക്കാരിനും കൂടെ ഒന്ന് ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ? അത് സർക്കാരിന് ഒരു വരുമാനം കൂടെ ആവും. ഇക്കാടെ പക്ഷത്തായോ? അല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോ സർക്കാർ ഉദ്യോഗസ്ഥരാണ്, നിയമത്തിനെ കുറിച്ച് എതിർത്ത് പറയാൻ പാടില്ല. എങ്കിൽ കൂടി ഒരു പൊതുജന വിഭാഗത്തിന്റെ ഒരു കാര്യം കൂടെ ആയതുകൊണ്ട് അതിനെ കുറിച്ച് ഒരു ചർച്ചയാവുന്നതിൽ തെറ്റില്ല എന്നാണ് എന്റെ. അതാണ് അതുകൊണ്ട് ഇക്ക പറഞ്ഞത് ശരിയാണ്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഒന്നാമത്തെ കാര്യം, അവരവരുടെ കുടുംബത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴേ അവരവർക്ക് വേദനയ്ക്കുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മാഡം പെടുന്ന ഒരു 5-5:30 മണിക്ക് ഇപ്പോൾ ജോലിയും കഴിഞ്ഞ് പോകുന്ന ഒരാളാണ്. നിങ്ങൾ ഇവിടെ കുടുംബത്തിൽ ചെല്ലുമ്പോൾ ഇപ്പം നിങ്ങളുടെ വാപ്പാക്കോ ഉമ്മാക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ ആർക്കെങ്കിലും പട്ടുകടി കൊണ്ടാനുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. അല്ല, അങ്ങനല്ല ഞാൻ പറയാം, ഒരു ഉദാഹരണം പറയാണ്. അല്ല, ഒരു ഉദാഹരണവും പറയണ്ട. അങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാവേ ഇല്ല. ഞങ്ങളുടെ ജിമ്മി അങ്ങനത്തെ ആളൊന്നും അല്ല, ഒന്നും മാന്ത പോലും ഇല്ല. അത് മാത്രമല്ല, കൃത്യമായിട്ട് വെറ്റിനറി ആശുപത്രി കൊണ്ടുപോയി ഞാൻ അവന് ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്. അല്ല, നിങ്ങളുടെ ജിമ്മിയിലെ കൂട്ടിലിട്ട് വളർത്തണ പോലത്തെ ജിമ്മികളുടെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. തെരുവിൽ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് ഇങ്ങനെ പെറ്റുപെരുകിയിട്ട് നാട്ടുകാർക്ക് ശല്യമായിട്ട് നടക്കുന്ന തെരുവ് നായ്ക്കളുണ്ടല്ലോ, അവറ്റകളുടെ കാര്യമാണ് നമ്മൾ സംസാരിച്ചത്. അപ്പൊ മാഡം ഇങ്ങനെ പട്ടികളുടെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നത് ശരിയല്ല. ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ട് ചെയർമാൻ ഇവിടെ ഇല്ല. ചെയർമാൻ നാളെ വരും. ഇക്ക പോയിട്ട് നാളെ വാ, അതാ നല്ലത്. അത് ശരി. അപ്പൊ ഇന്നിപ്പോ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇല്ല, ഇപ്പൊ ഇതുവരെ സംസാരിച്ചൊന്നും ഒരു കാര്യം ഉണ്ടായില്ലല്ലോ. ആയിക്കോട്ടെ. അപ്പോൾ പട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം മുനിസിപ്പാലിറ്റി എടുക്കണം കേട്ടോ. അപ്പം എന്നാൽ നാളെ ചെയർമാൻ വരുമ്പോൾ വരാം. ഓ, 6 മണിക്ക് വെച്ചാൽ മതി. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആളില്ലാതെ പിരിച്ചുവിടാനുള്ള അവസരം ഉണ്ടാക്കരുത് സാറേ. ഞാൻ ശരി. ഞാനേ പട്ടി കടിച്ച കാര്യം പറയാൻ വേണ്ടിട്ട് വന്നാണ്. നിങ്ങൾ ഈ പട്ടി കടിച്ച ആൾക്കാർ മുഴുവൻ ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് വരുന്നത് എന്തിനാണ്? ഇന്നലെ ആരോ പട്ടി കടിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നല്ലോ ഇവിടെ.
അത് ഞാൻ തന്നെയാണ്. നിങ്ങൾ ഈ വന്ന ആൾക്കാരുടെ അടുത്ത് ചാടി കളിച്ച അങ്ങനെ ജനങ്ങൾക്ക് വന്ന് കാര്യം പറയണ്ടേ? അപ്പൊ എന്താ ഇന്നും നിങ്ങളെ പട്ടി ഓടിച്ചോ? എന്നെ പട്ടി കടിച്ച കാര്യമല്ല പറഞ്ഞു, എന്റെ അളിയനെയാണ് പട്ടി കടിച്ചത്. ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോ പറഞ്ഞു ഇവിടെ ചെയർമാനില്ല, നിങ്ങൾ വന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇന്ന് വന്നത്. നിങ്ങൾ അളിയനെ പട്ടി കടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വന്നിട്ട് എന്താ കാര്യം? നിങ്ങൾ അളിയെ കൊണ്ട് ആശുപത്രി പോ. ആശുപത്രിയിൽ പോവാണ്ടല്ലേ അപ്പൊ പട്ടി അടിച്ച ആൾക്കാരെയും കൊണ്ട് ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോയി. ഞാൻ ആശുപത്രിയിലത്തെ കഥ കേൾക്കണ്ട ഞങ്ങള്. അവിടെ ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു ഇഞ്ചക്ഷൻ ഇല്ല, ഒരു മരുന്നില്ല, ഒരു ജാതി സാധനം ഇല്ല, ഒക്കെ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാ പറഞ്ഞവര്. അത് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി, അതിന് നല്ല പട്ടി കടിക്കണതാ. നിങ്ങൾ ഗവൺമെന്റ് ആശുപത്രിയിൽ മരുന്നില്ല അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള പൈസ കൂടുതലുണ്ട് എന്നുള്ളത് എന്തിനാ എന്നോട് വന്ന് പറയുന്നത്? അല്ലാണ്ട് സാറേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന ജനങ്ങളാണ്. ഇവിടെ ഉണ്ടാവണ ഓരോ ഇടങ്ങറുകൾക്ക് ഞങ്ങൾ പിന്നെ ആരുടെ അടുത്ത് പോവും? കാക്ക, നിങ്ങൾക്ക് പട്ടി കടിച്ചാൽ പരാതി ഉണ്ടോ? പരാതി ഉണ്ട്. പരാതി ഉണ്ടെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ല്. പോലീസ് സ്റ്റേഷനിൽ എന്ത് പരാതി പറയേ? അതെ, പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി. പോലീസ് സ്റ്റേഷനിൽ എന്ന് ചോദിച്ചപ്പോ പറയാണ് നിങ്ങൾ ആ കടിച്ച പട്ടിയുടെ ഉടമസ്ഥന്റെ അഡ്രസ് ആയിട്ട് ഇങ്ങോട്ട് വരിക, അപ്പൊ ഞങ്ങൾ നടപടി എടുക്കാം. പിന്നെ എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ കടിച്ച പട്ടിക്ക് ഉടമസ്ഥന്റെ അത് തെരുവ് നായാണ്. ഈ തെരുവ് നായക്ക് കടിച്ചു കഴിഞ്ഞാൽ ആരുടെ അടുത്ത് പോയി പരാതി അഡ്രസ് ആരുടെ കൊടുക്കും? അപ്പൊ ഈ അലഞ്ഞു തിരിയണ തെരുവ് പട്ടികളുടെ ഉടമ മുനിസിപ്പാലിറ്റി ആണോ? മുനിസിപ്പാലിറ്റി ഉടമയാണോ അല്ലേന്നല്ല പറയുന്നത്. നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടാവുമ്പോ അതിനൊരു നടപടി എടുക്കാൻ മുനിസിപ്പാലിറ്റിക്ക് ഉത്തരവാദിത്തമല്ലേ? എന്റെ കാക്ക, ഒരാളെ പട്ടി കടിച്ച കേസല്ലേ. പട്ടി വെറുതെ വന്ന് കടിക്കൊന്നുമില്ല. പട്ടി പോണ സമയത്ത് പട്ടീനെ കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ടാവും. അങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഏതും മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും ഒക്കെ ആക്രമിക്കും. അപ്പൊ തെരുവ് നായക്കളെ ഞങ്ങൾ ഉപദ്രവിച്ചു എന്നാണ് നിങ്ങളുടെ പരാതി. ഇനി അഥവാ പട്ടി കടിക്കാൻ വരുന്നു എന്ന് വിചാരിക്കുക, അതിന് നല്ലൊരു സൂത്രമുണ്ട്. അതായത് കടിക്കാനായിട്ട് പട്ടി ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ട് നിൽക്കുക, ഏതൊരു നോട്ടം ഇങ്ങോട്ട് നോക്കിയാ പട്ടി തിരിഞ്ഞങ്ങോട്ട് പോകും. അത് നാട്ടിലെ ആളുകൾക്കൊക്കെ നീ എന്ത് പറഞ്ഞു? നിങ്ങൾ ഈ പറഞ്ഞ കാര്യം എന്റെ അളി എപ്പോഴോ കേട്ടിട്ടുണ്ട്. പട്ടി ഇങ്ങോട്ട് വന്നപ്പോ നിങ്ങൾ ഈ പറഞ്ഞ ജാതി ഇങ്ങനെ അങ്ങോട്ട് നിന്ന് പട്ടി വന്നിട്ട് 4-5 കടിയും കടിച്ചിട്ട് ഒരു പോക്ക് അങ്ങോട്ട് പോയി. നോട്ടം ശരിയാ? നോട്ടം ശരിയല്ലാണ്ടൊന്നല്ല, പട്ടിയുടെ മുമ്പിലേക്ക് അങ്ങനെ കടിച്ചാൽ വിളിക്കും പട്ടി. നിങ്ങളൊന്ന് നിന്ന് നോക്ക, പറയോ വിവരം. നിങ്ങളോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്? ഇത് പിന്നെയും പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ. ഇത് ഗുണ്ടകളും പോക്കറ്റടിക്കാരുടെ കാര്യമല്ല പറഞ്ഞത്, പട്ടി കടിച്ച കാര്യം പറഞ്ഞത്. നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റിക്ക് ഇതിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റില്ലേ? അതിന് മറുപടി. എനിക്കൊരു നടപടി എടുക്കാൻ പറ്റില്ല. ഒന്നുമില്ലല്ലോ. ഇല്ല. നിങ്ങൾക്ക് ഇതിനൊരു സഹായം ചെയ്യാനും ഇല്ല, നടപടി എടുക്കാനും ഇല്ല. ഇല്ല, അങ്ങനെ ഒരു വകുപ്പ് ഇപ്പൊ ഇല്ല. ഞങ്ങളിലൊക്കെ തെരഞ്ഞെടുത്ത ഞങ്ങൾ ജനങ്ങളുണ്ടല്ലോ, അവർക്കൊക്കെ കൂടിയിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. അതാ നല്ലത്. അങ്ങനെ ഒരു നടപടി ഉണ്ടോന്ന് നോക്കണല്ലോ. നോക്ക്. ഇനി പട്ടി കടിച്ചു പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വരരുത്. ഇങ്ങോട്ട് വരുന്നില്ല. ഒരു പട്ടിയോടത്തും പട്ടി കടിച്ച കാര്യം പറഞ്ഞിട്ടും ഇവിടെ വരില്ല. അതന്നെ പട്ടി കടിച്ചു എന്ന് പറഞ്ഞു ഓടിയാണ് വരിക മുനിസിപ്പാലിറ്റിയിലേക്ക്. ഇവിടുത്തെ എന്താണ്? എന്ത് പറഞ്ഞാലും തെരുവ് നായികളെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ ബഹളം അതിനേക്കാളും കഷ്ടമാണല്ലോ. നായിക്ക പറയും, കോയിക്ക പറയും. ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഇപ്പൊ അതെ, ഈ നായക്കളിനെ തൊട്ടാ തന്നെ 7 പ്രാവശ്യം കുളിക്കണം എന്നാ ഞങ്ങളുടെ മതത്തിന്. നിങ്ങളെന്തിനാ തൊടാൻ പോയാലേ? അതെ, ആ പറഞ്ഞൊരു തിരുത്തും കൂടെ ഉണ്ട്. പണ്ടൊരു വിശന്ന് വന്ന ഒരു നായ്ക്ക് വെള്ളം കൊടുത്ത ഒരാൾ സ്വർഗത്തിൽ പോയി, അങ്ങനെ ഉണ്ട് അവരുടെ കിതാബില്. അതൊക്കെ ഉണ്ടാവും. എന്റെ അളിയനെ കടിച്ച് ഈ പരാതി പോയി പറഞ്ഞപ്പോ ഓനക്ക് എന്തെങ്കിലും ഒരു സഹായം അത് വേണ്ടേ? യാതൊരു വിധത്തിലും ഞാൻ ഇതിന്റെ ആളല്ല എന്നുള്ള നിലക്കുള്ള ഇരിപ്പാണ് പോയിരിക്കണത്. ചെയർമാൻ ഈ പട്ടി കടിച്ച ധനസഹായം ഉണ്ടോ? പിന്നെ ധനസഹായം ഉണ്ടെന്നോ അത് മുനിസിപ്പൽ ചെയർമാൻ തന്നെ വിചാരിക്കണം അല്ലേ? മേടിച്ചു കൊടുക്കണം. അപ്പൊ അരിയും തിന്ന് ആശാരിച്ചിനും കടിച്ച് പിന്നെ നായക്ക് മുറിവുറപ്പാണ്. ആശാരിച്ചിനും കടിച്ച അതൊരു ചൊല്ലാണ്. കാശ് കിട്ടണ മാത്രല്ലല്ലോ പ്രശ്നം, ഈ നായക്കളെ മുഴുവനും കൊന്നൊടുക്കാൻ എന്താ ഒരു വഴി? ഞാൻ ഒരു കാര്യം പറയട്ടെ. പാറ്റ, പുഴു, പല്ലി, പട്ടി, പാവ്, പ്രാവ്, പാമ്പ്, പുള്ളി, പുലി, ഇതെല്ലാം ഭൂമിയുടെ അവകാശികളാണ്. എല്ലാവർക്കും തത്തുല്യമായിട്ട് ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട്. പറഞ്ഞ തീർന്നേലുമ്പോൾ നിങ്ങൾക്ക് കൊല്ലണം എന്നുള്ളൊരു ചിന്ത അത് ശരിയല്ല. സുഹൃത്ത്, എന്റെ അളിയന്റെ കാര്യം പട്ടി കടിച്ചെന്ന് ഓനോട് ഞാൻ പറഞ്ഞപ്പോ എന്നിട്ട് പട്ടിക്കെന്താ പറ്റിയെന്ന് വെച്ചാൽ ആളാവാ. ഒരു കാര്യം, ഒരൊറ്റ കാര്യം, ഇവിടെ നമ്മൾ പട്ടികളെ കൊല്ലേണ്ട കാര്യമാണ് സംസാരിക്കുന്നത്, വളർത്തേണ്ട കാര്യമല്ല. മിണ്ടാതിരുന്ന് കേട്ടാ. ഓരോ കാര്യം പറയട്ടെ, ഇപ്പൊ ഈ ഒരാളെ കടിച്ചു എന്നുള്ളത് മാത്രമാണോ ഇവിടുത്തെ പ്രശ്നം? അല്ലല്ലോ. എന്റെ വീട്ടിലൊന്ന് വന്നു നോക്കിക്ക. രാത്രി 9 മണിക്ക് ഞങ്ങൾ വാതിലാണ്ട് പൂട്ടി കഴിഞ്ഞ 5-8 പട്ടികളാണ് സിറ്റ് ഔട്ടിലെ. നേരം വിളിച്ചപ്പോ വന്ന് നോക്കുമ്പോ ചവിട്ടി മണ്ണും ചടിയാക്കി കാഷ്ടിച്ചിട്ട് ഭാര്യ 1/2 മണിക്കൂർ ബുദ്ധിമുട്ടുള്ള കൃത്യാക്കാൻ. എന്റെ സൂതേട്ട, നിങ്ങൾ നേരത്തെ
നേരത്തിനും കാലത്തിനും ഒക്കെ വീട്ടിൽ ചെല്ലണം അല്ലെ കണ്ണി കണ്ട പട്ടികൾ കയറി വീട്ടിൽ നിങ്ങളെ തർക്കം തീർക്കേണ്ട സ്ഥലമല്ല അത്. നമ്മൾ കാര്യങ്ങൾ പറയുമ്പോ അതിന്റെ ഒരു ഗൗരവത്തിൽ ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, താനിരിക്കേണ്ട അടുത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറി കിടക്കും. അത് ശരിയാ. അതാ ഇപ്പൊ എന്റെ അവസ്ഥ. ഞാൻ ഇരിക്കേണ്ടടുത്താണ് സതീശീലൻ കയറി ചെയർമാനായിട്ടിരിക്കുന്നത്. നേതാവ് നമ്മുടെ ദിനേശന്റെ ചെക്കൻ അവൻ ഇന്നലെ സ്കൂളിൽ പോണ വഴി കടിച്ചു കീറിയെന്നേ റോഡിലിട്ട്. ഇതിനൊന്ന് ചോദിക്കാനും പോലീസ് സ്റ്റേഷനിൽ ചെന്നു, പഞ്ചായത്തിൽ ചെന്നു, മുനിസിപ്പാലിറ്റിയിലൊക്കെ ചെന്ന് പരാതി പറഞ്ഞു. കൊല്ലാൻ ആളില്ല. അവസാനം നമ്മളെല്ലാരും കൂടി തല്ലി കൊന്നിട്ടോ. ഇതിനൊന്ന് കുഴിച്ചു മൂടാൻ ഒരാൾ അനുവദിച്ചോ? ഇല്ല. 1/2 കിലോമീറ്റർ വണ്ടി വാടകയ്ക്ക് വിളിച്ചു കൊണ്ടുപോയി ആരും കാണാണ്ടെ കുഴിച്ചു മൂടിയത്. ഞങ്ങൾക്കൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. ഇത് മുനിസിപ്പാലിറ്റി തന്നെ ഏറ്റെടുത്ത് ചെയ്യാം. ഈ ഒരൊറ്റ കാര്യം മതി. സത്യശീലനെ ഞാൻ ആ കസേരയിൽ താഴെ തള്ളിയിടും. ഞാൻ മുനിസിപ്പൽ ചെയർമാൻ. ഇലക്ഷൻ നടക്കുന്ന കാലം മുതൽ പറയണാണ്, എന്നിട്ട് നടന്നില്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് ഓനായിരുന്നു ഇപ്പൊ ഈ സീറ്റിൽ ഇരുന്നിരുന്ന വെച്ച കാര്യങ്ങൾ നമുക്കൊരു വിധം. അതെ, ഇലക്ഷൻ വരുമ്പോ കൂടി അതൊന്ന് ആലോചിക്കണം. അന്ന് വോട്ട് ചെയ്ത് കൊടുത്തല്ലോ. എന്റെ കാലിന്റെ കാര്യം എന്താ? നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കാൻ എന്നെ ഇങ്ങോട്ട് കൂട്ടി കൊടുന്നു. നമുക്കിപ്പോ നേരെ ഇതിന് എന്താ നേതാവ് ചെയ്യാൻ പറ്റുക? നിങ്ങളല്ലേ എന്റെ കൂടെ നിൽക്കുമല്ലോ. ഞങ്ങൾ നഗരസഭയിൽ ഈ നായ ഒന്ന് പറഞ്ഞു വിട്ടെ. പോയി ഇനി ഞങ്ങളുടെ കൂടെ നിൽക്കരുത് കേട്ടോ. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളല്ലേ എന്റെ കൂടെ നിൽക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ ഇതിനെതിരെ അനിശ്ചിതകാല സമരം തുടങ്ങാൻ പോവുകയാണ്. ആദ്യം നമുക്ക് മുനിസിപ്പാലിറ്റി ചെയർമാനെ പിക്കറ്റ് ചെയ്യാം. അവിടെ നിന്ന് ആരംഭിക്കാം. എന്റെ കുടിയിൽ നായിനെ തച്ചോണ്ടിട്ടുണ്ടോ? ഒന്നും പറയണ്ട. ഈ പന്നികളെല്ലാം കൂടെ കൂടിയിട്ട് പട്ടി എന്ത് ചെയ്യും? സത്യശീല, താൻ ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ ആയതുകൊണ്ടും മന്മഥൻ എന്ന ഞാൻ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ടും. അതെ, രാഷ്ട്രീയ പ്രസംഗം വേണ്ട, കാര്യങ്ങൾ പറഞ്ഞാൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അതെ സത്യശീല, നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിൽ ദിവസവും ഒരുപാട് പേരെ തെരുവ് നായ്ക്കൾ കടിക്കുന്നുണ്ട്. അതിനെതിരെ നിങ്ങൾ എന്ത് നടപടിയാണ് കൈക്കൊണ്ടത്? എനിക്കൊരു നടപടിയും കൈക്കൊള്ളാൻ പറ്റില്ല. ഇതൊരു സാധാരണ സംഭവമല്ലേ പട്ടി കടിക്കുന്നു എന്നുള്ളത്. അതിനെല്ലാവരും പരാതിയായിട്ട് മുനിസിപ്പാലിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എന്നെ തന്നെ നാളൊരു 2 മാസം മുമ്പ് പട്ടി കടിച്ചു. എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഞാൻ ഒരു മരുന്ന് ചെയ്തിട്ടില്ല. എന്റെ പൊന്നു മന്മത, താൻ ഒരു പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള നേതാവല്ലേ. അതുകൊണ്ട് ഈ സാമാതിരി ആളുകളൊക്കെ പാടെ വെറുതെ കൂട്ടിപ്പിടിച്ച് എന്നെ ഈ കസാരയിൽ നടക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. ഞാൻ ഇനി 5 വർഷം കഴിഞ്ഞേ പിരിഞ്ഞു പോകും. സത്യശീല, ഇവരൊക്കെയാണ് എന്റെ ശക്തികൾ. അറിയാമോ? ലക്ഷം പിന്നാലെ പുറത്ത് നിൽക്കേണ്ട ആൾക്കാര് അവരെല്ലാം പിടിച്ച് ഞാൻ അകത്ത് കയറണോ? നാട് നിങ്ങളെ തെരുവ് നായ്ക്കൾ അലഞ്ഞു നടക്കുകയാണ്. അത് നിസാര പ്രശ്നമാണ്. സത്യശീല, എന്റെ വോട്ടറായ ഈ കോയയുടെ അളിയനെ പട്ടി കടിച്ചിട്ട് നിങ്ങൾ എന്ത് നടപടി കൈക്കൊണ്ടു? കണ്ണും തുറച്ചിരിക്കണില്ലേ? ഇതൊക്കെ നിസ്സാര കാര്യമാണ്. അജ്ജന് പോകേണ്ട ഒരു മനുഷ്യനെയാണ് പട്ടി അടിച്ചാൽ. നായനെ തൊടാൻ തന്നെ പാടില്ല. ഓനെ പട്ടി അടിച്ചാൽ ആ നായനെ കൊല്ലട്ടെ. നിങ്ങൾ കൊന്നോ? നിങ്ങള് പട്ടി കടിച്ച പട്ടി നിങ്ങൾ പോയി കൊന്നോ? ഞാൻ പറഞ്ഞു കൊല്ലണ്ടത്. പട്ടീനെ ഞാൻ കൊല്ലാൻ 5 നേരം നിസ്കരിക്കണം. ഞാൻ പട്ടീനെ കൊല്ലാൻ എന്താ ഈ ലജ്ജാല് പറഞ്ഞത്? സത്യശീല, പുറത്ത് നിറയെ എന്റെ അണികൾ നിൽപ്പുണ്ട്. ഇന്ന് രണ്ടിലൊന്നും അറിയാതെ ഞങ്ങൾ പോകില്ല. ഇയാളോട് ഞാൻ വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞതാണ് അല്ലേ? നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ? ഇയാള് ചാടാൻ നിൽക്കണോക്ക്. ഇതാണ് ഇയാളുടെ സ്വഭാവം. സാറെ, ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. തെരുവ് നായ്ക്കളെ ഇല്ലായ്മ ചെയ്യാൻ ഈ നഗരസഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പറയുന്നു പട്ടിയെ കൊല്ലണമെന്ന്, നിയമം പറയുന്നു കൊല്ലണ്ടെന്ന്. ഞാൻ എന്ത് ചെയ്യും? സാറേ, ഈ ജപ്പാനിലും മലേഷ്യയിലൊക്കെ ഈ പേവിഷബാധയും തെരുവ് നായ്ക്കളെയൊക്കെ നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞു. ഉടമസ്ഥരില്ലാതെ അലയുന്ന തെരുവ് നായ്ക്കളെ കണ്ടാലേ അനിമൽ കൺട്രോളിലൊക്കെ വിളിച്ചാൽ അവർ വന്ന് കൊണ്ടുപോയിക്കോളും. എന്നിട്ട് അതിന്റെ ഷെൽട്ടറിൽ താമസിപ്പിക്കും. അറിയാവോ? ഇതൊക്കെ ആര് പറഞ്ഞു എന്നോട്? എന്റെ അമ്മാവൻ. തന്റെ അമ്മാവൻ പിന്നെന്തൊക്കെ പറഞ്ഞു? സാറ് ചാടല്ലേ. ഏപ്രിൽ 4-ന് ലോക തെരുവ് നായ ദിനമാണെന്നും അന്ന് പിടിക്കപ്പെടുന്ന നായകളെ അവർ വന്ധ്യകരണം ചെയ്യുകയും ചെയ്യും. എടോ, അതൊക്കെ ജപ്പാനിലെ കാര്യം. ഇവിടുത്തെ കാര്യം പറ. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? നമ്മുടെ നഗരസഭയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന അറവുശാലകളിലെ വേസ്റ്റുകൾ, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന കോഴി വേസ്റ്റ്, ഇതൊക്കെ നമ്മൾ പൊതുസ്ഥലത്താണ് കൊടുത്ത് നിക്ഷേപിക്കുന്നത്. ഈ മാലിന്യങ്ങൾ തിന്നാണ് തെരുവ് നായ്ക്കൾ വളരുന്നത്. ഈ മാലിന്യം ഒഴിവാക്കിയാൽ തന്നെ തെരുവ് നായ്ക്കളുടെ വളർച്ച കുറയും. ഇത് നിങ്ങൾ തറവുകാരോട് പോയി പറയാം, അല്ലാതെ ചെയർമാൻ എടുത്ത് വന്നിട്ട് അല്ലാതെ പറയാ. ശരി, അപ്പൊ ഈ ഇതും വേസ്റ്റും മാറ്റാൻ പറ്റില്ല. ഇത് ഞാനാണ് മാറ്റേണ്ടത്. ചൂടാവിടെ എന്താണ്? നിങ്ങൾ സാർ കാര്യമായിട്ട് വളരെ മര്യാദയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ സാറിനെ ചൂടാക്കിയല്ല. ഞങ്ങളെ ചൂടാക്കണേ. നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. സാറേ, നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരെ പട്ടി കടിച്ചിട്ടുണ്ട്. അവരെല്ലാരും സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയി.
അവിടെ മരുന്നും ഇഞ്ചക്ഷനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പൈസ ചെലവാക്കിയിട്ട് അവര് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. ആ കാര്യമാണ് ഇവര് പറയണം. അത് പറഞ്ഞല്ലോ, ഒരു ചെയർമാൻ ആണെന്ന് വിചാരിച്ച് എന്തും വന്ന് പറഞ്ഞ് തയ്യാറുള്ളൂ. അതെ, ചെയർമാൻ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാ പറ്റില്ല. ഇവിടുത്തെ MLA വഴി മന്ത്രിയെ സ്വാധീനിച്ച് ജനങ്ങൾക്ക് കിട്ടേണ്ട പൈസയും മരുന്നും എല്ലാം മേടിച്ചു കൊടുക്കണം. തന്റെ പാർട്ടിയുടെല്ലോടോ MLA, തന്റെ പാർട്ടിയുടെല്ലോടോ മന്ത്രി, തന്റെ പാർട്ടിയുടെല്ലോടോ ഗവൺമെന്റ്, എങ്കിൽ താൻ ചെയ്ത് കാണിക്കണം. സത്യശീല, ചെയർമാൻ പാർട്ടി നോക്കരുത്. ഈ കസേരയിൽ ഇരുന്ന് ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഈ കസേര ഇറങ്ങാൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. സാറിന് 2 ദിവസം മുമ്പ് പട്ടി അടിച്ചാണ്. ന്യായം മായം മാനം മാനം മുട്ടും പണമുണ്ടേലും മായം മായം വിൽക്കും തടയണ്ടാരും നല്ലേലും